ജാലവിദ്യ എന്ന കലയ്ക്ക് മലയാളി നൽകിയ മറ്റൊരു പേര്. കഴിഞ്ഞ 5 വർഷമായി ജാലവിദ്യ പ്രദർശിപ്പിക്കുന്നില്ലെങ്കിലും മനുഷ്യസ്നേഹം എന്ന മാജിക്ക് മറക്കാത്ത വ്യക്തി. ജാലവിദ്യയിൽ നിന്ന് അല്ലെങ്കിൽ മാജിക്കിൽ നിന്ന് മോട്ടിവേഷനിലേക്ക് കൂടുവിട്ട് കൂടുമാറ്റം നടത്തി ഓൺ എ ഡെയിലി ഡോസ് നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കായി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച മാജിക്ക് കാണിച്ച പ്രിയപ്പെട്ട ഗോപിനാഥ് മുതുകാട് ഇന്ന് നമ്മുടെ അതിഥി. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ബഹ്റൈൻ. സന്തോഷം. വളരെ സന്തോഷം. വന്ന ഉടനെ തന്നെ എനിക്ക് ഇത്രയും ഒരു സമയം അനുവദിച്ചു തന്നതിൽ ഒരുപാട് നന്ദി ഓർഗനൈസേഴ്സിനോടും. 45 വർഷം മാജിക്, അത് കഴിഞ്ഞ ഒരു 4 മുതൽ 5 വർഷമായിട്ട് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ കൂടെ ഈ ഒരു മജീഷ്യൻ ക്യാപ്പിൽ നിന്ന് ഒരു സോഷ്യൽ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആ ഒരു എത്ര ശ്രമകരമായിരുന്നു ആ ഒരു ഷിഫ്റ്റ്? തീർച്ചയായിട്ടും ശ്രമകരമായിരുന്നു. കാരണം എൻ്റെ ഒരു പാഷൻ ഒരു 7 വയസ്സ് മുതൽ മാജിക്കിനോട് മാത്രമായിരുന്നു. ഒരു കാമുകിയെ പോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു മാജിക്കിന്. പ്രത്യേക ഒരു ഘട്ടത്തിൽ അതിനെ പറിച്ചെറിയുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ ഈ കാമുകി എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെ അടർത്തി മാറ്റുന്ന സമയത്തുണ്ടാകുന്ന സകല വേദനകളും അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു മഹത്തായ ദൗത്യം പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതാണ് അതിനകത്തുള്ള സംതൃപ്തി. ഒരു പരിധിവരെ ഇപ്പോഴും ചില ഘട്ടങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയാറുണ്ട്. മാജിക്കിൻ്റെ എക്യുപ്മെൻറ്റ്സ് കാണുന്ന സമയത്ത് വല്ലാതെ വേദനിക്കാറുണ്ട്. പഴയ ഷോസ് കാണുന്ന സമയത്ത് അതികഠിനമായിട്ട് എൻ്റെ ഹൃദയം നുറുങ്ങി പോവാറുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മാജിക് ഷോ അവസാനിപ്പിച്ചത്. ഞാൻ നല്ലൊരു പെർഫോമറായിരുന്നു. 156 രാജ്യങ്ങളിൽ മാജിക് പെർഫോം ചെയ്തു. നിരന്തരം എല്ലാ ദിവസങ്ങളിലും ഒരു സ്റ്റേജിൽ നിന്ന് മറ്റു സ്റ്റേജിലേക്ക് യാത്രകൾ, കയ്യടികൾ, ആരവങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല നേട്ടം, പ്രശസ്തി, ഇതൊക്കെ അനുഭവിച്ചു കൊണ്ട് നടക്കുന്ന ഒരു കാലത്താണ് പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ഞാൻ അതിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു മേഖലയിലേക്ക് മാറിയത്. അതൊരു കടുത്ത തീരുമാനം എടുത്തതാണ്. കാരണം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനത് ഡിക്ലെയർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അതിനത് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് അത് ചെയ്തു. പക്ഷേ ഇപ്പോൾ ഞാൻ സംതൃപ്തനാണ്. കാരണം ഞാൻ അതിൽ നിന്ന് മാറി എന്നുണ്ടെങ്കിലും ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പ് സംതിങ് ഞാൻ പോയി അടയാളപ്പെടുത്തിയിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് വലിയൊരു സ്വപ്നം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കാസർഗോഡ് എവിടെ നിന്നാണോ എൻ്റെ മനസ്സ് മാറിയത്, എന്ത് കണ്ടിട്ടാണോ എൻ്റെ മനസ്സ് മാറിയത്, അവർക്ക് വേണ്ടിയിട്ട് ഉള്ള വലിയൊരു ആശ്രയ കേന്ദ്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് അഥവാ IIPD എന്ന് പറയുന്നൊരു വലിയ പ്രോജക്റ്റ്. അതിൻ്റെ പണിപ്പുരയിലാണ്. അത് പൂർത്തിയാക്കി കഴിയുന്നതോട് കൂടിയിട്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എന്താണ് മാജിക്കിന് ഉപേക്ഷിച്ച സമയത്ത് എത്രമാത്രം ശ്രമകരമായിരുന്നു എന്നുള്ളത്. ശ്രമകരമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ശ്രമത്തിൻ്റെ ഭാഗമായി അത് അച്ചീവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഞാൻ സംതൃപ്തനാവും എന്നതാണ് എൻ്റെ വിശ്വാസം. ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റു ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് പല മീഡിയ ഇൻ്റർവ്യൂസിൽ സാർ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും നമുക്ക് ഈ കാസർഗോഡ് പ്രോജക്റ്റിനെ കുറിച്ച് ഒന്നുകൂടി, ഇപ്പം അതിനായിട്ടാണല്ലോ ബഹ്റൈനിൽ വന്നിരിക്കുന്നത്. കാസർഗോഡ് ഒരു പറഞ്ഞോട്ടെ പ്ലീസ്. കാസർഗോഡ് ഒരു ഗ്ലോബൽ മോഡലാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതുവരെ ഇന്ത്യയിൽ ഇല്ലാത്ത രീതിയിലുള്ളൊരു ഗ്ലോബൽ മോഡലാണ്. അത് മറ്റുള്ള രാജ്യങ്ങളിൽ ഫ്രണ്ട്ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് പല ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്കയിൽ പോയിട്ട് കെന്നഡി ക്രീഗർ യൂണിവേഴ്സിറ്റി, ജപ്പാനിൽ അവിടുത്തെ ഡിസബിലിറ്റി സെക്ടർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് അത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പോർട്ട്ലൻഡിൽ അനിമൽ തെറാപ്പി ഉണ്ട്. അനിമൽ അസിസ്റ്റീവ് തെറാപ്പി എന്ന് പറയുന്നത് മൃഗങ്ങളാണ് ഈ കുട്ടികളെ പരിപാലിക്കുന്നത്. അതൊരു സ്റ്റുവർട്ട് എന്ന് പറയുന്ന ഫോറിനറാണ്. അതെ. അപ്പോൾ അദ്ദേഹം നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് ഇത് കണ്ടു കഴിഞ്ഞ ശേഷം പറഞ്ഞു, കാസർഗോഡ് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്ത് തരാം. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ബന്ധങ്ങളിലൂടെ ഈ ഒരു ഇന്ത്യക്ക് ഒരു ഉയർത്തിപ്പിടിക്കാവുന്ന മാതൃകയിലുള്ളൊരു ഡിസബിലിറ്റി സെൻ്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഇന്ത്യയിലത്തെ ഒരു ഡിസബിലിറ്റി ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലോബൽ മോഡൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാസർഗോഡിൻ്റെ ലക്ഷ്യം. എന്തുകൊണ്ട് കാസർഗോഡ് ഇങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയേണ്ട ഒരു വ്യക്തിയുണ്ട്. MK ലൂക്ക എന്ന് പറയുന്ന ഒരു കോളേജ് പ്രൊഫസറായിരുന്നു അദ്ദേഹം. അമേരിക്കയിൽ നിന്ന് റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ പണത്തിനോടോ അല്ലെങ്കിൽ ആർഭാടങ്ങളോടോ എല്ലാ ആർത്തിയും അദ്ദേഹം ഒഴിവാക്കി കഴിഞ്ഞ്
അദ്ദേഹത്തിൻ്റെ എന്താണോ അദ്ദേഹം നേടിയെടുത്തത് മുഴുവൻ പുറത്തേക്ക് കൊടുക്കാൻ തുടങ്ങി, ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് വരുന്നത്. തിരിച്ചു പോയിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ മനസ്സ് മാറിയത് കാസർഗോഡ് വെച്ചിട്ടാണല്ലോ, എൻഡോസൾഫാൻ കുട്ടികൾ കണ്ടിട്ടാണല്ലോ, അവിടെ അവർക്ക് വേണ്ടിയിട്ടൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഞാൻ സ്ഥലം മേടിച്ച് തരാമെന്ന് പറഞ്ഞു. ഓക്കെ. 20 ഏക്കേഴ്സ് ലാൻഡാണ് നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ അദ്ദേഹം മേടിച്ചു തന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. ഞാൻ ജിജി തോമസൺ നമ്മുടെ ചെയർമാനാണ്. അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി പോയ സമയത്ത് ഒരൊറ്റ മുറിയുള്ള വീടിനകത്താണ്, ഒരു കട്ടിലും ഉള്ളൊരു വീടിനകത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ തന്നെ കയറ് കെട്ടിയിട്ട് അതിനകത്താണ് ഷർട്ടൊക്കെ തൂക്കുന്നത്. ഇദ്ദേഹമാണ് നമുക്ക് 20 ഏക്കർ സ്ഥലം മേടിച്ചു തന്നത്. നിർഭാഗ്യവശാൽ ഞങ്ങൾ 8 മാസമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ വന്നു, അദ്ദേഹം ഈ ഭൂമി വിട്ടുപോയി. അതിനു മുമ്പ് കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയുടെ വലിയൊരു അറ്റാക്ക് വന്നു ഒരു സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിനൊരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ ഇതെല്ലാം വിട്ട് കളയുമോ, ഒഴിവാക്കി പോവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാലും ലോകം അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് നിർവഹിക്കണം, ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇത് കാണും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. സോ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. ലൂക്കാ സാറിൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഈ സംരംഭം ചെയ്യുന്നത്, IIPD എന്ന് പറയുന്ന പ്രോജക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഓട്ടത്തിലാണ്, അതിനുവേണ്ടി മാത്രം പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം അതൊരു വലിയ പ്രോജക്റ്റാണ്, ഒരുപാട് ഫണ്ട് വേണം. ഞങ്ങൾക്ക് CSR ഫണ്ടൊക്കെ സ്വീകരിക്കാനുള്ള എല്ലാ കേന്ദ്ര ഗവൺമെൻറ് അനുമതിയെല്ലാം ഉണ്ട്, FCR ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഫണ്ട് CSR ഒക്കെ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പഴയ മാജിക്കിൻ്റെ കുപ്പായം വീണ്ടും എടുത്തിട്ട് പല രാജ്യങ്ങളിൽ പെർഫോം ചെയ്ത് അതിലൂടെ നല്ല മനുഷ്യരുണ്ട്, ആ മനുഷ്യരുടെ സഹായത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ് ചെയ്തു, ഓസ്ട്രേലിയ ചെയ്തു, ഖത്തറിൽ ചെയ്തു, ദുബൈയിൽ ചെയ്തു, ഒമാനിൽ ചെയ്തു, ബഹ്റിനിലും ഇപ്പോൾ പ്രോഗ്രാം നടത്തുകയാണ്. അതിലൂടെ കിട്ടുന്ന ഫണ്ട് കൂടി ചേർത്ത് വെച്ച് മറ്റുള്ള രാജ്യങ്ങളിൽ കൂടി ചെയ്ത് ഇത് എന്തൊക്കെയാണെങ്കിൽ പോലും അത് നിലവിൽ വന്നിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പടപൊരുതലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 12-ാം തീയതി ഭാരൻ കേരളീയ സമാജത്തിൽ അല്ലേ, വൈകുന്നേരം സാറ് പറഞ്ഞതുപോലെ 7:30 7:30 മുതൽ വീണ്ടും മാജിക്കിൻ്റെ കുപ്പായം. ഓഫ് കോഴ്സ് ശ്രീ ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക്കൽ ഷോസ് ഒരിക്കലും അതിൻ്റെ ഷൈൻ നഷ്ടമാവില്ല. അതുകൊണ്ട് വിൽ ബി ലുക്കിംഗ് ഫോർവേഡ് ടു ഇത്രയും വലിയൊരു കോസിന് വേണ്ടിയും കൂടെ ആകുമ്പോൾ ഐ തിങ്ക് ദി എൻറ്റയർ ബഹ്റൈൻ വുഡ് സ്റ്റാൻഡ് ബൈ യു. ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യത്തിന് ഉത്തരം സാർ നേരത്തെ പറഞ്ഞു. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഈ മാജിക്കിൻ്റെ ഐറ്റംസൊക്കെ ഇപ്പോഴും കാണുമ്പോൾ സങ്കടം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് മാറ്റിവെച്ച് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചൊരു പ്രോജക്റ്റ് ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്റർ അല്ലേ, ഏകദേശം 5 വർഷമാകുന്നു സാർ. ഐ എം ഷുവർ ഇറ്റ്സ് ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു സാറിൻ്റെ. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വിമർശനങ്ങളും അതിനോടൊപ്പം തന്നെ ഒരുപാട് ലോറൽസും. സാറ് പറഞ്ഞ ആ സോഷ്യൽ മീഡിയ അറ്റാക്കിൻ്റെ സമയത്ത് അതേസമയം സാറ് തന്നെ കണ്ടു എത്ര പേര് സാറിൻ്റെ കൂടെ നിന്നു എന്നുള്ളത്. 1000 പേര്, 1000 ആളുകൾ, പിന്നെ ഒരുപാട് പേര്, എല്ലാവരും എന്ന് തന്നെ പറയാം. ഒരു ചെറിയ വിഭാഗം, നമ്മളിപ്പോൾ പണ്ട് മറ്റേ ഗുരു വെള്ള പേപ്പറിനകത്ത് ഒരു കറുത്ത ഡോട്ട് ഇട്ട് ചോദിക്കുന്ന കഥ പോലെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഒരു വലിയ വിഭാഗം ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. ഈ 5 വർഷം കൊണ്ട് DAC അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ വളർച്ചയെ ഒന്ന് വിലയിരുത്താമോ? അത് ആക്ച്വലി തുടങ്ങിയ സമയത്ത്, കാരണം ഞാനൊരു ഡിസബിലിറ്റി സെക്ടറിൽ അത്രമാത്രം പഠനം നടത്തിയ ഒരാളൊന്നുമല്ല. ഇതൊരു പുതിയ മോഡലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ കുട്ടികൾക്ക് എല്ലാ ദിവസവും ബഡ്സ് സ്കൂളിൽ വരുന്നു, തിരിച്ചു പോകുന്നു, അതല്ല അവർക്ക് ആവശ്യം. അവർക്ക് ഏതെങ്കിലും ഒരു കഴിവിനകത്ത് ചില കുട്ടികളെങ്കിലും വളരെയധികം ബ്രില്യൻ്റാണ് കുട്ടികൾ, നമ്മളെക്കാൾ കൂടുതൽ ബ്രില്യൻ്റാണ്. അപ്പോൾ അത്തരം കുട്ടികളുടെ ആ ബ്രില്യൻസിനെ കണ്ടെടുത്ത് അതിനകത്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് എംപവർ ചെയ്യുക, അവരെ എംപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ടൂൺസ് അക്കാഡമി ആയിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങളൊരു കോഴ്സ് നടത്തി. 6 മാസത്തെ കോഴ്സ് നടത്തി, അവർ സർട്ടിഫൈ ചെയ്തു. 2 പേര് ഇപ്പോൾ എംപ്ലോയിഡാണ് ടെക്നോ പാർക്കിനകത്ത്. 25,000 റുപ്പീസ് സാലറി മേടിച്ചുകൊണ്ട് അവരിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ വികസനമല്ലേ, വിജയമല്ലേ. ഫുട്ബോളിനകത്ത് ഒരു ലണ്ടൻകാരനാണ് ഇപ്പോൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പാരാ അത്ലറ്റിക് മീറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ മേടിച്ചത് നമ്മുടെ കുട്ടികളായിരുന്നു കേരളത്തിൽ എല്ലാ. അപ്പോൾ അതൊരു വലിയ വിജയമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു അച്ചീവ്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കുട്ടികളുടെ പാട്ടിനകത്താണെങ്കിലോ മാജിക്കിനകത്താണെങ്കിലോ മ്യൂസിക്കിനകത്താണ് ഏതിനകത്താണ് താല്പര്യം അവർക്ക്, അതിന് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വെച്ച് അവരോട് ചേർന്ന് നിന്ന് അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് അവർക്ക് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തൊരു വരുമാനം ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും ഈ പാരൻസിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം ഞങ്ങളുടെ കാലശേഷം ഈ മക്കൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിനുള്ളൊരു ഉത്തരം കണ്ടെത്തുകയാണെന്നാണ് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാർലമെൻ്ററി കമ്മിറ്റി, ഡിസബിലിറ്റി സെക്ടറിലുള്ള പാർലമെൻ്ററി കമ്മിറ്റി അവിടെ വന്നു കഴിഞ്ഞ ശേഷം അവർ ഗവൺമെൻറ്റിലേക്ക് അവർ കൊടുത്തു. ഇതൊരു മോഡലാണ്,
ഇത് നമ്മൾ എല്ലാ സ്റ്റേറ്റിലും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഞങ്ങളൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടത്തിയ സമയത്ത് 20 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ആളുകൾ വന്നു. ഇവരൊക്കെ പറഞ്ഞത് ഇത് തന്നെയാണ്, ഇതൊരു മോഡലാണ്, ഇതൊരു പുതിയ മോഡലാണ്, ഇതാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് ചേർന്നാണ് മാജിക് പ്ലാനറ്റ് ഉള്ളത്. ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നത് തീം പാർക്ക്, മാജിക് തീം പാർക്ക്. ഈ തീം പാർക്കിലേക്ക് മാജിക് ഷോ കാണാൻ വേണ്ടിയിട്ട് നിരന്തരം ആളുകൾ വരും, എല്ലാ ദിവസവും ആളുകൾ വരും. ഈ ആളുകളാണ് ഈ കുട്ടികളെ കാണാൻ വേണ്ടി പോകുന്നത്. ഈ കുട്ടികൾക്ക് ഇവർക്ക് കൊടുക്കുന്ന കയ്യടിയാണ് ഈ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇത്തരം കുട്ടികളെ ഇരുട്ട് മുറികളിൽ അടച്ചിടുന്നതല്ല, നേരെ മറിച്ച് അവർക്കുള്ള കഴിവിനെ കണ്ടെത്തി തുറന്നു വിട്ട് അവരുടെ ആ കഴിവിനെ തൊട്ടുണർത്തുന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. ഈ മോഡലാണ് ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഓക്കെ. DACയുടെ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ നടത്തി കഴിഞ്ഞതിന് ശേഷം അതിലൂടെ ഇവിടെ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സമ്മോഹൻ എന്ന് പറയുന്നൊരു ഫെസ്റ്റിവൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു, നാഷണൽ ലെവലിലായിരുന്നു. ഇനി ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സമ്മോഹൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ കഴിവുള്ള കുട്ടികൾക്ക് അതത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസബിലിറ്റി സെക്ടറിനകത്ത് നമുക്ക് ഒരുപാട് അറിവില്ലായ്മയുണ്ട്. ഇപ്പം ഞങ്ങൾ മാഡം തന്നെ വോയിസ് തന്നിട്ട് ഞങ്ങൾക്ക് ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങളത് 9 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്കുള്ളത്. ഈ 9 ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. CRCകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു TDS യാത്രയായിരുന്നു. കാരണം ഇറ്റ്സ് നോട്ട് ഈസി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ടച്ച് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞങ്ങളൊരു സംഘം വാഹനത്തിൽ റോഡ് മാർഗം യാത്ര ചെയ്ത് ഏകദേശം 26,000 കിലോമീറ്ററാണ് ഞങ്ങൾ ഓടിയത് ഇന്ത്യയുടെ വിരിമാറിലൂടെ. അപ്പം ആ യാത്ര നടത്തിയപ്പോൾ നമ്മളൊരുപാട് പഠിച്ചു. ഡിസബിലിറ്റി സെക്ടറിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു. നമ്മൾ അതിൻ്റെ ന്യൂനതകൾ, ഭാരതത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതേപോലെ നമ്മൾ കേരളത്തിലും അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു പരിധിവരെ ഇപ്പം മാതാപിതാക്കൾ ഈ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് മറ്റുള്ളവർ ഒരു കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ 2 പേരും വരണം, മക്കളെ കൊണ്ടുവരരുത് കേട്ടോ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഈ കുട്ടികളെ പണ്ട് കാലത്തൊക്കെ മന്ദബുദ്ധി എന്നൊക്കെ വിളിച്ചിരുന്ന കാലങ്ങളുണ്ട്, കണ്ണുപൊട്ടൻ എന്നൊക്കെ വിളിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റിയെടുക്കണം നമ്മൾ.